സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ ദരിദ്രനിരക്ക് വർദ്ധിപ്പിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ബിഷപ്പ് കോൺഫറൻസ്. സിംബാബ്വെ ബിഷപ്പ് കോൺഫറൻസ് ആണ് സാധാരണ പൗരന്മാർ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പാടുപെടുമ്പോൾ നികുതികൾ വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം കുടുംബങ്ങളുടെ സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുന്നതായി വ്യക്തമാക്കിയത്. 2023 വിവാദമായ തിരഞ്ഞെടുപ്പിന് ശേഷം ജനാധിപത്യ വ്യവസ്ഥിതി തന്നെ തകരാറിലായെന്നും രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നതായും ബിഷപ്പുമാർ ആശങ്ക പ്രകടിപ്പിച്ചു. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്ക് ഏക പരിഹാരം പ്രാർത്ഥന മാത്രമാണെന്നും നിരാശത നിറഞ്ഞ സാഹചര്യത്തിലും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ പ്രത്യാശയുടെ വിളക്കുകളായി മാറാൻ ദൈവവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കണമെന്നും ബിഷപ്പുമാർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഫലമായുണ്ടായ പണപ്പെരുപ്പമാണ് ഒരു പരിധിവരെ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഊർജ്ജവില 80%, ഭക്ഷണവില 48% വർദ്ധിച്ചിരിക്കുന്നത്. കുടിശ്ശികയും പാരമ്പര്യ കടവും മൂലം പൊതുകടം വർദ്ധിച്ച സ്ഥിതിയാണ് സിംബാബ്വേയിലുള്ളത്. നേരത്തെ രാജ്യത്തെ ദരിദ്രാവസ്ഥയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി നൈജീരിയൻ ബിഷപ്പ് കോൺഫറൻസും രംഗത്തെത്തിയിരുന്നു. 1946 പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്താൽ കൊല ചെയ്യപ്പെട്ട വൈദികൻ മൈക്കൽ റബാക്സിനെ ജൂൺ 15 വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തും. അദ്ദേഹം തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച ക്രാക്കോവിലെ അതിരൂപതയിൽ വെച്ചാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. വിശുദ്ധന്മാരുടെ കാരണങ്ങൾക്കുള്ള ഡിക്കാസ്റ്ററി പ്രസിദ്ധീകരിച്ച ജീവചരിത്രം അനുസരിച്ച് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മതത്തിനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച സോവിയറ്റ് യൂണിയൻ പോളണ്ടിൽ സ്ഥാപിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പീഡനം ഫാദർ റബാക്സിന് നേരിടേണ്ടി വന്നു. ഇനിയും ബ്ലോക്കിൽ തുടർന്നാൽ അത് അപകടമാണെന്ന് അധികാരികൾ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുകയും അവിടുന്ന് മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഞാൻ മരിച്ചു വീണാലും ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് നിർത്തുകയില്ല, എൻ്റെ സ്വന്തം കുരിശ് ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ തുടർന്നു. അതിൻ്റെ ഫലമായി 1946 മെയ് മാസം രാത്രിയിൽ 20 കമ്മ്യൂണിസ്റ്റ് മലേഷ്യ റെക്ടറിയിലേക്ക് ഇരച്ചു കയറി അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തി. പാകിസ്ഥാനിലെ മതനിന്ദാ നിയമത്തിന്റെ മറവിൽ ക്രൈസ്തവനെ ജീവപര്യന്തം തടവിന് വിധിച്ചതായി റിപ്പോർട്ടുകൾ. 56-കാരനായ ഹാൻസൻ ഷഹീദിനെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത്. ഇസ്ലാമിക വിരുദ്ധമായ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു എന്നാരോപിച്ചായിരുന്നു 2022 ഷഹീദിനെ അറസ്റ്റ് ചെയ്തത്. ലാഹോറിലെ ഇവരുടെ വീട്ടിലെത്തിയ പോലീസ് ഷഹീദിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് ഈ കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വെളിപ്പെടുത്തിയിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തിയ മൊബൈൽ ഫോൺ 2019 അപഹരിക്കപ്പെട്ടതായും അവർ പറഞ്ഞു. കൂടുതൽ അന്വേഷണം ആവശ്യമായ ഈ കേസിൽ അത്തരത്തിലൊന്നും തന്നെ ചെയ്യാതെ ഒരു ക്രൈസ്തവനെ പ്രതിയാക്കി വലിയ വകുപ്പുകൾ ചാർത്തി അയാളെ എന്നേക്കുമായി തടവിലാക്കിയിരിക്കുകയാണ്. ഓപ്പൺ ഡോഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ക്രൈസ്തവർ ഭയന്ന് ജീവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 7ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ. നമുക്ക് ജീവൻ നൽകിയ ദൈവത്തെ 1ാം സ്ഥാനത്ത് നിർത്തുകയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി നിസ്വാർത്ഥമായി ജീവിക്കുന്നതുമാണ് പ്രധാന കാര്യമെന്ന് ഗോവ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി നോമ്പ് കാലത്തിൻ്റെ ആരംഭത്തിൽ ചരിത്രപ്രസിദ്ധമായ സാൻഗലെ ദേവാലയത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടന വേളയിലാണ് കർദിനാൾ ഇപ്രകാരം പറഞ്ഞത്. നാം എല്ലാവരും ഈ ലോകത്തിലെ തീർത്ഥാടകരാണ്. ജനിക്കുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവരുന്നില്ല, മരിച്ചതിന് ശേഷം ഒന്നും തിരികെ കൊണ്ടുപോകുന്നില്ലെന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചു. ഭവാർച്ചി യാത്ര എന്നറിയപ്പെടുന്ന തീർത്ഥാടനം പുലർച്ചെ 2 മണിക്ക് പുറപ്പെട്ട് അതിരൂപതയുടെ വിവിധ ഇടവകളിലൂടെ 10 കിലോമീറ്റർ സഞ്ചരിച്ച് 5 മണിക്ക് സാൻഗൊലയിൽ എത്തിച്ചേരുന്നു. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും ആഘോഷമായ പരിശുദ്ധ കുർബാനയും നടന്നു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെത്തിയ മന്ത്രിതല സംഘത്തെ വയനാട്ടിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരും പ്രതിനിധി സംഘവും സന്ദർശിച്ചു. വന്യജീവി ശല്യം മൂലം വയനാട്ടുകാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ചർച്ച ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടതും നടപടികൾ ഉണ്ടാകേണ്ടതുമായ വിവിധ വിഷയങ്ങൾ നിവേദനമായി സമർപ്പിച്ചു. വന്യജീവി ആക്രമണം അപ്രതീക്ഷിതവും അനിയന്ത്രിതവുമായി തീരുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് ഇടപെടലുകൾ അടിയന്തര സ്വഭാവമുള്ളതും പ്രതിസന്ധി മറികടക്കാൻ പര്യാപ്തമായിരിക്കണമെന്ന് മാനന്തവാടി രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജോസ് പൊരുന്നേടം മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണത്തിൽ പാക്കം സ്വദേശിയായ പോൾ മരണപ്പെട്ടതിനെ തുടർന്ന് പുൽപ്പള്ളിയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസുകളെടുക്കുന്ന നടപടിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പ്രതിനിധി സംഘം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.